ഏവർക്കും HSS ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള GNU ഖാത്ത ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാമെന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടുഡേ ഇൻ ദിസ് സെഷൻ വി വിൽ ഡിസ്കസ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ യൂസിങ് ദ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ GNU ഖാത്ത. GNU ഖാത്ത നിങ്ങൾക്കറിയാം, ഒരു ഫ്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളത് നമ്മുടെ GNU ഖാത്തയാണ്. അപ്പം അതിൻ്റെ പ്രോബ്ലമാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. റീഡ് ദ ക്വസ്റ്റ്യൻ. പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൻ്റെ നോട്ട്സ് ആവശ്യമുള്ള കുട്ടികൾക്ക് HSS ടൈംസ് എന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. അതിൻ്റെ പ്രൊസീജിയറൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. Read the question. Enter the following transactions of HSS Times Limited by using the suitable accounting vouchers and display the profit and loss account. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് HSS Times Limited എന്ന് പറഞ്ഞ കമ്പനിയിൽ താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ ട്രാൻസാക്ഷൻസ്. 1/6/2016 commenced business with cash 17,000. Again 1/6/2016 purchased machinery 10,000. Again 1/6/2016 paid rent 7,500. Again 1/6/2016 cash deposited with Canara Bank 20,000. Again 1/6/2016 purchased goods for 8,400. Next 2/6/2016 sold goods for cash 3,260. Again one more transaction. 2/6/2016 sold goods on credit to Mr. Rajesh 2,800. These are the transactions given. Now I am explaining the procedure, the steps in the preparation of final accounts by evaluating the procedure. ഈ പ്രൊസീജിയർ കമ്പയർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ലാബിൽ ഇരിക്കുന്ന അതേ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ മുകളിൽ ഇതെങ്ങനെ GNU ഖാത്ത എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ ഇതിൻ്റെ ഏകദേശം നിങ്ങൾ നേരിട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ക്ലാസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്റ്റെപ്പ് 1 ഓപ്പൺ GNU ഖാത്ത എന്ന് കാണാം. സ്റ്റെപ്പ് 1 ഓപ്പൺ GNU ഖാത്ത, ആപ്ലിക്കേഷൻ, ഓഫീസ്, GNU ഖാത്ത. ആ സ്റ്റെപ്പിലേക്ക് ഞാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു, താഴെ ഓഫീസിനകത്തേക്ക് വന്നു, GNU ഖാത്ത സെലക്ട് ചെയ്തു. GNU ഖാത്ത എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്ത സമയത്ത് ഇത് നമുക്കറിയാം ഒരു ബ്രൗസർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. GNU ഖാത്തയുടെ ഹോം പേജ് ഇതാണ്. ഇവിടെ 2 ഓപ്ഷൻസ് കാണാം. ക്രിയേറ്റ് ഓർഗനൈസേഷൻ, ലാംഗ്വേജ് എന്ന് കാണാം. മലയാളമൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ കിട്ടും. നമുക്ക് മലയാളം വേണ്ട, ഇംഗ്ലീഷ് മതി. ക്രിയേറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ കമ്പനി ക്രിയേഷനാണ്. അവിടെ കമ്പനിയുടെ പേര് കൊടുക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന കമ്പനിയുടെ പേര് HSS ടൈംസ് ലിമിറ്റഡ് എന്നാണ്. അതിൻ്റെ കേസ് സെൻസിറ്റീവ് ആണ്, ആസീസ് എന്ന് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. കമ്പനി പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഇനി അതിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. പറഞ്ഞിരിക്കുന്നത് 1/6/2016 എന്നുള്ളൊരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2016 ഏതെങ്കിലും ഒരു വർഷം സെലക്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ 1/4/2016 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 31/3/2017 ഓട്ടോമാറ്റിക്കലി വരും. അക്കൗണ്ടിങ് ഓൺലി ആണ്. അക്കൗണ്ട് മീൻസ് ഇൻവോയ്സിങ്ങോ വൗച്ചേഴ്സ് ഒന്നും എടുക്കുന്നില്ല നമ്മൾ. അക്കൗണ്ടിങ് ഓൺലി എന്ന് അത് ഡിഫോൾട്ട് ആയിട്ടുള്ള സെലക്ഷൻ തന്നെ. പ്രൊസീഡ് കൊടുക്കുക. കമ്പനി ക്രിയേഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്മിൻ ക്രിയേഷനാണ്. അവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസിംഗ് ഒന്നും ആക്കുന്നില്ല. ഞാൻ സ്മോളർ ട്രേ കൊടുക്കുകയാണ്. പാസ്വേഡും സ്മോളർ ട്രേ തന്നെ കൊടുക്കുകയാണ്. അതുപോലെ കൺഫേം പാസ്വേഡ്, അതായത് ഇതൊന്നുകൂടെ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തു. ഇനി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. ഈ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മളുള്ള ചോദ്യം, നമ്മുടെ പാസ്വേഡ് റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. യുവർ ഫസ്റ്റ് സ്കൂൾ, യുവർ ഫേവറേറ്റ് ഫുഡ് എന്നൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കമ്പനി ക്രിയേഷൻ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അത് ആവശ്യമുള്ള കുട്ടികൾ അത് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനിവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും എന്നുള്ളൊരു തന്നെ കൊടുക്കുകയാണ്. ആൻസറും തന്നെ കൊടുക്കുകയാണ്. ഒന്നും കുഴപ്പമില്ല, ഒരു സംശയം വരാനില്ല. ഒക്കെ സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ആൻഡ് ലോഗിൻ കൊടുക്കുക.
ക്രിയേറ്റ് ആൻഡ് ലോഗിൻ കൊടുത്ത സമയത്ത് ഇവിടെ സേവ് പാസ്വേഡ് എന്നുള്ളൊരു മെസ്സേജ് വരും. അത് സേവ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ സ്കൂളിലെ സിസ്റ്റത്തിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കുട്ടികൾ ഒരേ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ജിനുഖാത്ത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ അത് ഡിഫോൾട്ടായിട്ട് ലോഗിൻ ആയിട്ട് വരും. അപ്പോൾ നെവർ എന്ന് കൊടുക്കാം. അപ്പോൾ കമ്പനിയിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്തു. ഇപ്പോൾ ഇത് കമ്പനിയിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇതിൻ്റെ ജി എന്ന് കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ ഹോം ബട്ടൺ. ഇതിൻ്റെ താഴെ HSS ടൈംസ് ലിമിറ്റഡ് എന്നുള്ള പേര് വന്നിട്ട് കാണാം. അങ്ങനെ പേര് വന്ന സമയത്ത് അതിനർത്ഥം ഇത് ലോഗിൻ ചെയ്തിരിക്കുകയാണെന്നാണ്. അല്ലെങ്കിൽ ഇവിടെ സൈൻ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ കാണുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫേസ്ബുക്കിലോ നമ്മുടെ ഗൂഗിൾ ജിമെയിലൊക്കെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഔട്ട് ചെയ്ത് പുറത്ത് പോകണം. അപ്പോൾ ഇവിടെ സൈൻ ഔട്ട് എന്നുള്ളൊരു ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതോ കമ്പനിയിൽ ലോഗിൻ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ? ഇനി നോക്കുക, ഇതിന് പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്, 5 മെനുവാണ്, പ്രധാനപ്പെട്ട 5 ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. ആദ്യത്തേത് മാസ്റ്ററാണ്, രണ്ടാമത്തത് വൗച്ചറാണ്, മൂന്നാമത്തത് റിപ്പോർട്ടാണ്, നാലാമത്തത് അഡ്മിനിസ്ട്രേഷനാണ്, അഞ്ചാമത്തത് ഹെൽപ്പാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹോം പേജിലാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോവാം, സ്റ്റെപ്പ് 2ലേക്ക് പോവാം. ഇതാ സ്റ്റെപ്പ് 2 ക്രിയേറ്റ് ഓർഗനൈസേഷൻ. അവിടെ സെലക്ട് ക്രിയേറ്റ് ഓർഗനൈസേഷൻ ഫ്രം ദ മെനു, എൻ്റർ ദ നെയിം, HSS ടൈംസ്, കേസ് ആസീസ്, ഓർഗനൈസേഷൻ, പ്രോഫിറ്റ് മേക്കിംഗ്, ഫൈനാൻഷ്യൽ ഇയർ. ഇവിടെ 1/1/2016 ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്നത് 1/4/2016 ആണ്. കുഴപ്പമില്ല, അത് വായിക്കാതെ ചെയ്തുകൊണ്ടാണ്. സെലക്ട് അക്കൗണ്ട്സ് ഓൺലി, പ്രൊസീഡ്. നെക്സ്റ്റ് ഇതുവരെ ചെയ്ത കാര്യങ്ങളാണ്. സ്റ്റെപ്പ് 3 ക്രിയേറ്റ് അഡ്മിൻ, എൻ്റർ യൂസർ നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, എൻ്റർ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, ആൻസർ ടു ദ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് ആൻഡ് ലോഗിൻ. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ആണ് ക്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ലെഡ്ജർ ക്രിയേഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഏത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ മാനുവൽ അക്കൗണ്ടിനകത്ത്, അതായത് മാനുവൽ അക്കൗണ്ടിങ്, നിങ്ങൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിൽ പഠിച്ച അക്കൗണ്ടിങ്ങിനകത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആദ്യം ജേണൽ എൻട്രി ആണ്. ഫസ്റ്റ് ജേണൽ എൻട്രി, ദെൻ ലെഡ്ജർ അക്കൗണ്ട്സ്. ഓർമ്മയില്ലേ? ആദ്യം നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു, ജേണൽ എൻട്രി നടത്തുന്നു, അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ഒരു റൂളല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അത് ടാലിയുടെ കേസ് ആയാലും ജിനുഖാത്തയുടെ കേസ് ആയാലും സെയിം ആണ്. ഇൻ ദ കേസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ലെഡ്ജർ ഫസ്റ്റ്, ജേണൽ നെക്സ്റ്റ്. ഓർമ്മിക്കണേ, ഞാൻ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് സമയമെടുത്ത് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് മാനുവൽ അക്കൗണ്ടിങ്, ദ റൂൾ ഈസ് ജേണൽ എൻട്രി ഫസ്റ്റ്, ദെൻ ലെഡ്ജർ അക്കൗണ്ട്സ്. വെറാസ് ഇൻ ദ കേസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ഫസ്റ്റ് ലെഡ്ജർ, ദെൻ ജേണൽ. നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ലെഡ്ജർ അക്കൗണ്ടുകൾ നാം ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 4 ഇതാണ്, ക്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ്. മാസ്റ്റർ, ക്രിയേറ്റ് അക്കൗണ്ട്, സെലക്ട് ഗ്രൂപ്പ്, സെലക്ട് സബ് ഗ്രൂപ്പ്, എൻ്റർ അക്കൗണ്ട് നെയിം, സേവ് ആസ് ഫോളോസ് എന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജിനുഖാത്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം. മാസ്റ്റർ ക്ലിക്ക് ചെയ്യാം. മാസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഏതൊക്കെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഏതൊക്കെ അക്കൗണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലത്തിലേക്ക് പോകണം. ഇതിൻ്റെ മുകളിൽ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിലേക്ക് പോകണം. ആദ്യത്തെ ട്രാൻസാക്ഷൻ ഇതാണ്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 17,000, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 17,000. 17,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങി. എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാഷും ക്യാപിറ്റലും ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ റിപ്പോർട്ടിലേക്ക് പോവാം. ഇവിടെ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് കാണാം. ഈ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. ഈ റിപ്പോർട്ടിനകത്തേക്ക് പോയിട്ട് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് എടുത്ത സമയത്ത് അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്, 4 ലെഡ്ജർ അക്കൗണ്ടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്. ഈ 4 സ്റ്റോക്കുകൾ അല്ലെങ്കിൽ 4 ലെഡ്ജർ അക്കൗണ്ടുകളാണ് ഡിഫാൾട്ട് ലെഡ്ജർ അക്കൗണ്ട്സിൽ ജിനുഖാത്ത. പബ്ലിക് എക്സാമിനും അതുപോലെ വൈവയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഡിഫാൾട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ജിനുഖാത്ത ഓപ്പൺ ചെയ്ത സമയത്ത്
നിങ്ങൾക്ക് അതിനകത്ത് ഈ ജിനു ഖാത്ത എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനകത്ത് തന്നെയുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള 4 ലെഡ്ജർ അക്കൗണ്ടുകൾ ഓർമ്മിക്കാൻ വളരെ എളുപ്പമുണ്ട്. 3 സ്റ്റോക്കും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഓർമ്മിച്ചാൽ മതി. ഏതൊക്കെ സ്റ്റോക്കാ? എളുപ്പത്തിൽ ഓർമ്മിക്കാം. 3 സ്റ്റോക്കും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഏതൊക്കെ സ്റ്റോക്കാ? ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദീസ് ആർ ദ 4 ഡിഫോൾട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ജിനു ഖാത്ത. ക്ലിയർ? അപ്പോൾ നമുക്ക് ബാക്ക് അടിക്കണമെങ്കിലുള്ള ബട്ടൺ ഇതാണ്. ഈ ജി എന്ന ബട്ടൺ ആണ് ബാക്ക് ബട്ടൺ. ജിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് ഇതാണ്. സ്റ്റെപ്പ് ഏതായിരുന്നു നമ്മുടെ സ്റ്റെപ്പ് വന്നിരിക്കുന്നത്? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നുള്ളതാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻട്രി വരുന്നത് ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ട്, ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 2 അക്കൗണ്ടുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നെയിം ഓഫ് ദ അക്കൗണ്ട്, ക്യാഷ്, അതുപോലെ ക്യാപിറ്റൽ. ക്യാഷും ക്യാപിറ്റലും ക്രിയേറ്റ് ചെയ്യണം. ഇനി ഞാൻ ഈ പ്രോബ്ലം ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ മാസ്റ്ററിലേക്ക് പോയി ക്രിയേറ്റ് അക്കൗണ്ട്. അപ്പോൾ ആദ്യത്തേത് ക്യാഷ് ആണ്. ക്യാഷ് ഇപ്പോൾ നോക്കുക, ക്രിയേറ്റ് അക്കൗണ്ട് വന്ന സമയത്ത് ഇവിടെ ഒരു മെയിൻ ഗ്രൂപ്പും ഇവിടെ ഒരു സബ് ഗ്രൂപ്പും കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏത് മെയിൻ ഗ്രൂപ്പിലാണ് വരിക, അതേപോലെ ഏത് സബ് ഗ്രൂപ്പിലാണ് വരിക എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ക്യാഷ് ആണ്. ക്യാഷ് നമുക്കറിയാം, ഈ കാണുന്നതിനകത്ത് ക്യാപിറ്റൽ ആണോ, കറണ്ട് അസറ്റ് ആണോ, കറണ്ട് ലയബിലിറ്റി ആണോ? ഏതാണ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബിലോങ്സ് ടു കറണ്ട് അസറ്റിലാണ് വരിക. അവിടെ സബ് ഗ്രൂപ്പ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാങ്ക്, ക്യാഷ്, സ്റ്റോക്ക്, ലോൺസ് ആൻഡ് അഡ്വാൻസ് ഇങ്ങനെ കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാഷ് ആണ്. അപ്പോൾ സബ് ഗ്രൂപ്പ് ക്യാഷ് എന്ന് സെലക്ട് ചെയ്യണം. അവിടെ അക്കൗണ്ട് നെയിം കൊടുക്കുക. അത് നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്റർ ഏത് വേണമെങ്കിലും കൊടുക്കുക. ഞാനിപ്പോൾ സ്മോൾ ലെറ്ററിനകത്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവുന്നു, വേണ്ട, നോർമലായിട്ട് നമുക്ക് ചെയ്യാം. സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ അത് കാണാം, അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി ഞാൻ റിപ്പോർട്ടിലേക്ക് പോയിട്ട് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് എടുത്ത സമയത്ത് ഇതാ ഇവിടെ ക്യാഷ് വന്നിട്ടുണ്ട്. കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലാണ്. മെയിൻ ഗ്രൂപ്പ് കറണ്ട് അസറ്റ് ആണ്. സബ് ഗ്രൂപ്പ് ക്യാഷ് ആണ്. നിങ്ങൾ ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റും. അപ്പോൾ ഈ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ബാക്ക് അടിക്കാൻ ജി ബട്ടൺ. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റലിൻ്റെ മെയിൻ ഗ്രൂപ്പ് ക്യാപിറ്റലാണ്. സബ് ഗ്രൂപ്പ് ഇല്ല, നണ്ണാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. അക്കൗണ്ട് നെയിം കൊടുക്കുക, ക്യാപിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുക. സേവ് കൊടുക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് സക്സസ്ഫുൾ എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ട്രാൻസാക്ഷനിലേക്ക് പോവാം. പർച്ചേസ്ഡ് മെഷീനറി. എന്താ ജേണൽ എൻട്രി വരുന്നത്? മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. ഇവിടെ ക്രെഡിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ക്യാഷിന് തന്നെയായിരിക്കും. പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട്. സോറി, പർച്ചേസ് അക്കൗണ്ട് അല്ല, പർച്ചേസ്ഡ് ഗൂഡ്സ് ആണെങ്കിൽ ആ പർച്ചേസ് അക്കൗണ്ട് മാറിപ്പോയി. മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പോൾ 2 അക്കൗണ്ടുകൾ വേണം, മെഷീനറിയും വേണം, ക്യാഷും വേണം. ക്യാഷ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഒറ്റൊന്നേ ക്രിയേറ്റ് ചെയ്യേണ്ടു. ഏതാണത്? മെഷീനറി എന്നുള്ള ഒരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മെയിൻ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. മെഷീനറി ഇതിനകത്ത് ഏതിലാണ് വരിക? ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ സബ് ഗ്രൂപ്പ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പേര് ടൈപ്പ് ചെയ്യുക, മെഷീനറി എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മെഷീനറി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഇനി ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ക്രിയേറ്റഡ്. ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവുക. പെയ്ഡ് റെന്റ്. എന്താ എൻട്രി വരുന്നത്? റെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. 2 അക്കൗണ്ട് വേണം, റെന്റും വേണം, ക്യാഷും വേണം. ക്യാഷ് ക്രിയേറ്റഡ് ആണ്, റെന്റ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഒരു ജിനു ഖാത്തയിലേക്ക് പോകുന്നു, മാസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് അക്കൗണ്ട്. അതിപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? റെന്റ് ആണ്. റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ്? എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? റെന്റ് എന്ന് പറഞ്ഞത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമുക്കറിയാം, 2 ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സബ് ഗ്രൂപ്പ് നണ്ണാണ്. അവിടെ അക്കൗണ്ട് നെയിം ടൈപ്പ് ചെയ്യുക, റെന്റ് എന്ന് ടൈപ്പ് ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുൾ എന്നുള്ളൊരു മെസ്സേജ് വരും. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ക്യാഷ് ഡെപ്പോസിറ്റഡ് വിത്ത് കനറ ബാങ്ക്. എന്താ എൻട്രി വരുന്നത്?
എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. റീസൺ എന്താ? ബാങ്ക് അസറ്റ് ഇൻക്രീസസ്, ക്യാഷ് അസറ്റ് ഡിക്രീസസ്. അവിടെ 2 അക്കൗണ്ടുകൾ ആവശ്യമാണ്, ബാങ്കും ക്യാഷും. ക്യാഷ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, ഒറ്റൊന്ന് മാത്രമേ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാങ്ക് എന്ന ഒരു ലെഡ്ജർ അക്കൗണ്ട്. മാസ്റ്ററിലേക്ക് പോയി ക്രിയേറ്റ് അക്കൗണ്ട്. ബാങ്ക് നമുക്കറിയാം കറണ്ട് അസറ്റ് ആണ്, സബ് ഗ്രൂപ്പ് ബാങ്ക് തന്നെയാണ്. അപ്പോൾ എന്താണ്, ഒന്നുകിൽ കനറ ബാങ്ക് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള പേര് കൊടുക്കാം, ബാങ്ക് എന്നുള്ളൊരു പേര് കൊടുക്കാം, അല്ലെങ്കിൽ കനറ ബാങ്ക് എന്നും കൊടുക്കാം, സേവ് കൊടുക്കാം. അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗൂഡ്സ് ഇതാ വന്നിരിക്കുന്നു. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. അപ്പോൾ പർച്ചേസ് നമുക്കറിയാം എക്സ്പെൻസ് ആണ്, പർച്ചേസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നേരെ നമുക്ക് ജനുക്കാത്തിലേക്ക് പോവാം, എക്സ്പെൻസിലേക്ക് പോവാം. ഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കുക. സബ് ഗ്രൂപ്പ് നണ്ണാണ്. അവിടെ ടൈപ്പ് ചെയ്യാം അക്കൗണ്ടിൻ്റെ പേര് പർച്ചേസ് എന്ന് ടൈപ്പ് ചെയ്യാം, സേവ് കൊടുക്കാം. അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സോൾഡ് ഗൂഡ്സ് ഫോർ ക്യാഷ്. എന്താ എൻട്രി വരുന്ന? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് ആണ്. ക്യാഷ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. ഒരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് ഇതിനകത്ത് ഏതാ വരിക? ഇൻകം ആണ്. ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? സെയിൽസ് ഡയറക്റ്റ് ഇൻകം ആണ്. സബ് ഗ്രൂപ്പ് നണ്ണാണ്. അവിടെ സെയിൽസ് എന്ന് ടൈപ്പ് ചെയ്യാം, സേവ് കൊടുക്കാം. അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. നെക്സ്റ്റ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ സോൾഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മിസ്റ്റർ രാജേഷ്. രാജേഷിന് ക്രെഡിറ്റിന് സാധനം വിറ്റു. രാജേഷിന് ക്രെഡിറ്റ് സെയിൽസ് ടു രാജേഷ് 2800. അപ്പോൾ എന്താ എൻട്രി വരുന്നത്? നേരത്തെ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ രാജേഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. രാജേഷ് നമ്മുടെ ആരാണ്? സൺട്രി ഡെപ്റ്റർ ആണ്, നമ്മുടെ അസറ്റ് ആണ്. എന്ത് അസറ്റ് ആണ്? കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. കറണ്ട് അസറ്റ്, അത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. എന്താ ഡെപ്റ്ററുടെ പേര്? രാജേഷ്. ഇതൊക്കെ ഫസ്റ്റ് ഇയർ അക്കൗണ്ടിൽ പഠിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, സേവ് കൊടുക്കും. അപ്പോൾ ഇത്രയും അക്കൗണ്ടുകൾ, നമുക്ക് ആവശ്യമുള്ള അത്രയും അക്കൗണ്ടുകൾ നാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സ്റ്റെപ്പാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ടേബിൾ. നെയിം ഓഫ് അക്കൗണ്ട്, ക്യാഷ്, കറണ്ട് അസറ്റ്, സബ് ഗ്രൂപ്പ് ക്യാഷ്, ക്യാപിറ്റൽ, മെയിൻ ഗ്രൂപ്പ് ക്യാപിറ്റൽ, സബ് ഗ്രൂപ്പ് നൺ, മെഷീനറി, മെയിൻ ഗ്രൂപ്പ് ഫിക്സഡ് അസറ്റ്, സബ് ഗ്രൂപ്പ് പ്ലാന്റ് ആൻഡ് മെഷീൻ, റെന്റ്, മെയിൻ ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, സബ് ഗ്രൂപ്പ് നൺ, കനറ ബാങ്ക് കറണ്ട് അസറ്റ് ആണ്, ബാങ്ക്, പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, മെയിൻ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ് ഇല്ല, സെയിൽസ് ഡയറക്റ്റ് ഇൻകം ആണ്, സബ് ഗ്രൂപ്പ് ഇല്ല, രാജേഷ് കറണ്ട് അസറ്റ് ആണ്, സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന സബ് ഗ്രൂപ്പ്. നമ്മൾ ചെയ്ത കാര്യം. നെക്സ്റ്റ് വൗച്ചർ എൻട്രി ആണ്, നമ്മുടെ ജേണൽ എൻട്രി. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ആവശ്യമായിട്ടുള്ള അത്രയും അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജേണൽ എൻട്രി നടത്താം. അതിന് വേണ്ടിയിട്ട് വൗച്ചറിലേക്ക് പോയിട്ട്, ഇതാണ് സ്റ്റെപ്പ് 5 വരുന്നത്. വൗച്ചർ എൻട്രി, ക്ലിക്ക് വൗച്ചർ, സെലക്ട് അപ്രോപ്രിയേറ്റ് വൗച്ചർ ടൈപ്പ്, എൻ്റർ ദ ഡീറ്റെയിൽസ്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഈ പ്രോബ്ലം ഉണ്ടായിരിക്കണം. നമുക്ക് ട്രാൻസാക്ഷൻസിലേക്ക് പോവാം. ഇത്രപ്പുറ കാര്യങ്ങളാണ് ട്രാൻസാക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യത്തേത് കമൻസ് ടു ബിസിനസ് വിത്ത് ക്യാഷ് ആണ്. അപ്പോൾ ജിനുക്കാത്തിലേക്ക് മാസ്റ്ററിൽ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ജേണൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് വൗച്ചർ ടാബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹോം ബട്ടൺ ഞാൻ പ്ലസ് ചെയ്തു, ഇവിടെ വൗച്ചർ ക്ലിക്ക് ചെയ്യാം. വൗച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്റ്റ്, പേയ്മെൻറ്റ്, സെയിൽസ്, പർച്ചേസ്, കോൺട്രാ, ജേണൽ, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ഫൈൻഡ് ഓർ എഡിറ്റ് വൗച്ചർ. നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ജേണൽ എൻട്രി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയില്ല. ലാസ്റ്റ് വൺ ഫൈൻഡ് ഓർ എഡിറ്റ് വൗച്ചർ. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ഇതിനകത്ത് ഏതിലാണ് വരിക? റെസിപ്റ്റ് ആണോ, പേയ്മെൻ്റ് ആണോ, സെയിൽസ് ആണോ? ബിസിനസ്സിന് ക്യാഷ് വരും, ക്യാഷ് കംസ് ഇൻ ടു ദ ബിസിനസ്. സോ ഇറ്റ്സ് വൗച്ചർ ടൈപ്പ് ഈസ് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രിയുടെ സ്ക്രീൻ വന്നു. ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വൗച്ചർ നമ്പർ, ഇവിടെ റെഡ് മാർക്ക് കാണാം, ഇത് കമ്പൽസറി ആണ്, നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. ഈ റെഡ് കാണുന്നതൊക്കെ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ വൗച്ചർ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇവിടെ ഡേറ്റ് വന്നിരിക്കുന്നത് ഡിഫോൾട്ടായിട്ട് 14 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 16 ആണ്. എന്താണ്? റെസിപ്റ്റ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇതാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 17,000. എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് സജഷൻ വന്നിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ സജഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെബിറ്റ്, ഇതാണ് ഡെബിറ്റ് വരുന്നത്. ബാങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്യാഷ് ആക്കി മാറ്റുക. ഡെബിറ്റ് എമൗണ്ട് ടൈപ്പ് ചെയ്യുക 17,000. ഒരു എൻ്റർ കീ പ്രസ് ചെയ്യുക. ക്രെഡിറ്റ് വന്നിരിക്കുന്നത്
ഓപ്ഷൻസ് നമുക്ക് സജഷൻസ് വന്നിട്ടുണ്ട്. ക്യാപിറ്റലാണ് നമുക്കറിയാം അതിൻ്റെ എൻട്രി വരുന്നത്. ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇവിടെ 17,000 എന്ന് വന്നിട്ടുണ്ട്. അഗൈൻ എൻ്റർ കീ പ്രസ് ചെയ്യാം. നറേഷൻ ഇവിടെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് കൊടുക്കുക. എല്ലാത്തിനും ഞാൻ കൊടുക്കുന്നില്ല, ഒന്നിന് മാത്രം കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനുശേഷം സേവ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ വൗച്ചർ സേവ്ഡ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വന്നിട്ട് കാണാം. ഇനി രണ്ടാമത്തത് പർച്ചേസ്ഡ് മെഷീനറി 10,000. പർച്ചേസ്ഡ് മെഷീനറി 10,000. ജിനുക്കാത്തിലേക്ക് പോവാം. വൗച്ചർ ക്ലിക്ക് ചെയ്യാം. പർച്ചേസ്ഡ് മെഷീനറി പേയ്മെൻ്റ് ആണ്. നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്, പേയ്മെൻ്റ് ആണ്. വൗച്ചർ നമ്പർ ഞാൻ 2 എന്ന് കൊടുത്തു. ഡേറ്റ് സെയിം ആണ്, 1/6/2016 ആണ് വരുന്നത്. ഡേറ്റ് മാറ്റി ഞാൻ. അതിനുശേഷം എന്താണ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്? ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് മെഷീനറി ആണ്. ജേണൽ എൻട്രി എന്താ? മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പോൾ മെഷീനറി സെലക്ട് ചെയ്യുക. എമൗണ്ട് നോക്കുക. എമൗണ്ട് വന്നിരിക്കുന്നത് 10,000 ആണ്. എമൗണ്ട് വന്നിരിക്കുന്നത് 10,000 ആണ്. മെഷീനറി അക്കൗണ്ട് അപ് ടു ബാങ്ക് അല്ല, ടു ക്യാഷ് ആണ്. 10,000. അപ്പോൾ ഇവിടെ നറേഷൻ ടൈപ്പ് ചെയ്യുക. എന്താണ് പർച്ചേസ്ഡ് മെഷീനറി എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനതിപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ അത് നിർബന്ധമല്ല, പരീക്ഷയ്ക്ക് നിർബന്ധമല്ല. നമുക്കറിയാം നറേഷൻ എന്നുള്ളൊരു ഇപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റ് നിർബന്ധമല്ല. നിങ്ങൾ അപ്പോൾ ഞാൻ സേവ് കൊടുക്കുകയാണ്. ഓക്കെ, വൗച്ചർ സേവ്ഡ് എന്ന് കാണാം. നെക്സ്റ്റ് നമ്പർ 3, പെയ്ഡ് റെന്റ് ഫോർ ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ റെന്റ് അടച്ചു. എന്താണ് എൻട്രി വരുന്നത്? പെയ്ഡ് റെന്റ്. വൗച്ചറിൽ ഏതാണ്? റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ? പെയ്ഡ് തന്നെ ക്ലിയർ ആണ്, പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ്. അപ്പോൾ വൗച്ചർ 3 കൊടുത്തു. ഡേറ്റ് വന്നിരിക്കുന്നത് 1/6 തന്നെയാണ്, 1/6/2016 ആണ്. പെയ്ഡ് റെന്റ് ആണ്. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര എമൗണ്ട് വരുന്നത്? 7,500 ആണ്. 7,500 രൂപ. ടു ക്യാഷ് ആണ്. 7,500. നറേഷൻ എഴുതാം. റെന്റ് പെയ്ഡ് എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. ബീയിങ് ദ റെന്റ് പെയ്ഡ്. സേവ്. 7,500 സേവ് ചെയ്തു. നെക്സ്റ്റ് വൺ, ക്യാഷ് ഡെപ്പോസിറ്റഡ് വിത്ത് കനറ ബാങ്ക് 20,000. ക്യാഷ് ഡെപ്പോസിറ്റഡ് വിത്ത് കനറ ബാങ്ക് 20,000. 20,000 രൂപ ക്യാഷ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. 20,000 രൂപ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇതെന്താണ്? എന്താ എൻട്രി വരുന്നത്? എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും അതൊരു ടൈപ്പ് എൻട്രിയാണ്, കോൺട്രാ എൻട്രി. ഡെബിറ്റിലും ക്രെഡിറ്റിലും ബാങ്കും ക്യാഷും വന്നു കഴിഞ്ഞാൽ ആ എൻട്രിയെ വിളിക്കുന്ന പേര് കോൺട്രാ എൻട്രി എന്നാണ്. അപ്പോൾ വൗച്ചറിൽ പോയിട്ട് കോൺട്രാ എന്നുള്ളൊരു വൗച്ചർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ വൗച്ചർ നമ്പർ കൊടുക്കാം. അത് ഏത് നമ്പറും കൊടുക്കാം, കുഴപ്പമില്ല. നമ്മുടെ സപ്പോർട്ടിംഗ് സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ നമ്പറാണ് ചോദിക്കുന്നത്. എൻട്രി വരുന്നത് എത്ര എമൗണ്ട് വരുന്നത്? ക്യാഷ് ഡെപ്പോസിറ്റ് എടുത്ത് കനറ ബാങ്ക് 20,000 ആണ്. അപ്പോൾ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 20,000 ടു ക്യാഷ് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് 20,000. സേവ്. വൗച്ചർ സേവ്ഡ് എന്നുള്ളൊരു മെസ്സേജ് കാണാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ 8,400. നമുക്ക് ജിനു ഖാത്തിലേക്ക് പോവാം. വൗച്ചറിലേക്ക് പോവാം. ഇതിനകത്ത് ഏതാണ്? പേയ്മെൻ്റ് അല്ല. പർച്ചേസും സെയിൽസും വന്നു കഴിഞ്ഞാൽ റെസിപ്റ്റിലും പേയ്മെൻറ്റിലും അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വൗച്ചർ അവൈലബിൾ ആണ്. സെയിൽസ് എന്ന വൗച്ചറും പർച്ചേസ് എന്ന വൗച്ചറും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പേര് മാറും. നിങ്ങൾ മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ പർച്ചേസ് എന്ന് വന്നിട്ട് കാണാം. അപ്പോൾ വൗച്ചർ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തു, 6 എന്ന് കൊടുത്തു. ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ 8,400 ആണ്. എൻട്രി വരുന്നത് പർച്ചേസ് 8,400 ടു ക്യാഷ് ആണ് 8,400. നറേഷൻ എഴുതാം. സേവ് കൊടുക്കുക. നെക്സ്റ്റ് വൺ, സോൾഡ് ഗൂഡ്സ് ഫോർ 3,260. 3,260 രൂപയുടെ സാധനങ്ങൾ വിറ്റു. ജിനുക്കാത്തിലേക്ക് പോവാം. വൗച്ചറിൽ പോയിട്ട് സെയിൽസ് വൗച്ചർ എടുക്കണം. റെസിപ്റ്റിലല്ല, സെയിൽസിലാണ്. ഇവിടെ സെയിൽസ് എന്ന് കാണാം. വൗച്ചർ 7 ടൈപ്പ് ചെയ്തു. എന്താ ട്രാൻസാക്ഷൻ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് ആണ്. 3,260 രൂപ. ടു സെയിൽസ് ആണ് 3,260 രൂപ. എൻട്രിക്ക് പ്രസ് ചെയ്യാം. സേവ് കൊടുക്കാം. സേവ് ബട്ടൺ കൊടുക്കാം. വൗച്ചർ സേവ്ഡ് എന്ന് കാണാം. ആ ജേണൽ എൻട്രി സേവ് ആയി കഴിഞ്ഞു.
നെക്സ്റ്റ് സോൾഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മിസ്റ്റർ രാജേഷ്. അഗെയിൻ സെയിൽസ് ആണ്, ക്രെഡിറ്റ് സെയിൽസ് ആണെന്നേ ഉള്ളൂ. അതും സെയിൽസ് തന്നെയാണ് ചെയ്യേണ്ടത്. വൗച്ചറിലേക്ക് പോയിട്ട് സെയിൽസ് ആണ്. ഇപ്പോൾ ഇവിടെ സെയിൽസ് തന്നെയാണുള്ളത്. വൗച്ചർ നമ്പർ അങ്ങ് മാറ്റുക. എൻട്രി വരുന്നത് എന്താണ്? സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് ആണ് വരുന്നത്. ക്രെഡിറ്റ് സെയിൽസ് വരുന്ന സമയത്തുള്ള എൻട്രി എന്താ? രാജേഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് ആണ്. രാജേഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് ആണ്. രാജേഷ് എമൗണ്ട് വരുന്നത് 2800 ടു സെയിൽസ് 2800. നറേഷൻ കൊടുക്കുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ആ എൻ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ടേബിളിനകത്ത് കാണിച്ചിരിക്കുന്നത്. വൗച്ചറിൽ പോയിട്ട് സെലക്ട് അപ്രോപ്രിയേറ്റ് വൗച്ചർ ടൈപ്പ് ആൻഡ് ദ ഡീറ്റെയിൽസ് എന്ന് കണ്ട് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്പ്ലേ ചെയ്യാനാണ്. അപ്പോൾ എൻട്രി ഒക്കെ കഴിഞ്ഞു. റിപ്പോർട്ടിലേക്ക് പോവാം. റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ലെഡ്ജർ, ട്രയൽ ബാലൻസ്, കോസ്റ്റ് സെൻറ്റർ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ, ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ഫൈനൽ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. പീരിയഡ് 1/4/2016 to 31/3/2017 എന്ന ടൈപ്പ്, അല്ലെങ്കിൽ ആ മന്ത് സെലക്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. അതങ്ങ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ഈ കമ്പനിയുടെ HSS ടൈംസ് എന്ന കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് നെറ്റ് ലോസ് ആണ്. 9840 രൂപ നെറ്റ് ലോസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ വന്നിരിക്കുന്നത് പ്രൊസീജിയറിനകത്ത് ഇവിടെ പ്രൊസീജിയർ അല്ല, ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട സാധനമാണത്. ഔട്ട്പുട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഔട്ട്പുട്ടാണ്, ഇതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെറ്റ് ലോസ് 9840 രൂപ. സപ്പോസ് വി നീഡ് ടു ഷോ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ്. ഇറ്റ്സ് വെരി ഈസി. ബാലൻസ് ഷീറ്റ് കാണിക്കാനും വളരെ എളുപ്പമാണ്. റിപ്പോർട്ടിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റ് എടുക്കാം. ഫ്രം ടു ഒക്കെ കൊടുക്കാം. അതൊക്കെ അതിനകത്ത് ഡിഫോൾട്ടായിട്ട് വരും. കൺവെൻഷണൽ, അതുപോലെ സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. നമുക്ക് കൺവെൻഷണൽ ബാലൻസ് ഷീറ്റ് എടുക്കാം. വ്യൂ കൊടുക്കാം. ഈ കാണുന്നതാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ജിനു ഖാത്തയിൽ എന്താണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത് ജേണൽ എൻട്രി ആണ്. ജേണൽ എൻട്രി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ +2 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ മറ്റ് ഗ്രൂപ്പുകളിലേക്കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.